ഹായ് ഹലോ നമസ്കാരം. മാം നിയുക്ത ബിസ്ലാനി ആൻഡ് വെൽക്കം ടു അനദർ വീഡിയോ. ഈ വീഡിയോ എന്ന് പറഞ്ഞൊരു റാൻഡം ജിം ഡേ വ്ലോഗാണ്. ഞാനിപ്പോൾ ജിമ്മിലേക്ക് പോകാൻ പോവുകയാണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ദിസ് ഇസ് മൈ മോം. ഹായ് പറയൂ അമ്മ. നമ്മളപ്പോൾ മേളിലേക്ക് പോവുകയാണ്. ജിമ്മിൻ്റെ അല്ല, ഈ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മേളിലാണ് ജിം. നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും നമ്മുടെ വോമപ്പൊക്കെ കഴിയും. ഞാൻ ഈ ജിമ്മിൽ പോയിട്ടുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ ഇടുമ്പോൾ അത് കണ്ടിട്ട് ഇപ്പം എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, എവിടെയാണ് ഈ ജിം? ഞാൻ പഠിക്കുന്ന ടൈമിൽ കൊച്ചിയിലായിരുന്നു. അപ്പോൾ അവിടെ ഒരു ജിമ്മിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഇത് എൻ്റെ വീടിനടുത്തുള്ളൊരു ജിമ്മാണ്, സെന്റർ ഫോർ ഫിറ്റ്നസ്. ആൻഡ് എൻ്റെ വീട് അഞ്ചലിലാണ്, വിച്ച് ഇസ് ഇൻ കൊല്ലം ജില്ല. ഇവിടുത്തെ ട്രെയിനേഴ്സൊക്കെ നല്ല ഫ്രണ്ട്ലി ആണ്. ആൻഡ് പ്രിറ്റി മച്ച് എല്ലാ മെഷീൻസും ഇവിടെ ഉണ്ട്. അങ്ങനെ ജിം ടൂറൊക്കെ കഴിഞ്ഞു. ഇനിയാണ് ശരിക്കുള്ള കഥ ആരംഭിക്കുന്നത്. ഗായ്സ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ചെസ്റ്റ് ആൻഡ് ട്രൈസ് വർക്കൗട്ട് ആണ്. ചെസ്റ്റിന് ഒരു 3 എണ്ണം, ട്രൈസിന്റെ ഒരു 3-4 വർക്കൗട്ട്, എല്ലാം 3 സെറ്റ് വെച്ചിട്ട്. അപ്പോൾ ഞാനൊരു 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ജിമ്മിൽ വരുന്നത്. സോ അതുകൊണ്ട് മൈ എനർജി ഈസ് വെരി വെരി ലോ. അപ്പോൾ ഞാൻ നോർമലി 12.5 ഒക്കെയാണ് വെയിറ്റ് എടുക്കുന്നതെങ്കിൽ ഇന്നത് 10 ആയിട്ട് കുറയാൻ എല്ലാവിധ സാധ്യതകളുമുണ്ട്. 2 ആഴ്ചയ്ക്ക് ശേഷം ഒരു കംബാക്ക് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ദിസ് ഇസ് എ ഡൗൺ ഫാൾ ബിക്കോസ് നമ്മൾ ഇപ്പം എത്ര വെയിറ്റ് ഒന്നും എടുക്കാൻ പറ്റില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഈ വാമപ്പ് എക്സസൈസിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത് പല വെറൈറ്റിയിൽ പല എക്സസൈസ് ഉണ്ടെങ്കിലും ഞാൻ ചെസ്റ്റ് ആയാലും ബാക്ക് ആയാലും ഷോൾഡർ ആയാലും അങ്ങനെ എല്ലാ ദിവസത്തിനും ഈ സെയിം കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുക. അതിപ്പോൾ കോമൺ ആയിട്ട് എല്ലാവരും ഇതൊക്കെ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. പക്ഷെ ഇതല്ലാതെ വേറെ വലിയ ബന്ധങ്ങളിലേക്കൊന്നും ഞാൻ പോവാറില്ല. പിന്നെ ചെസ്റ്റ് ആണെങ്കിൽ പുഷപ്പ്, ബാക്ക് ആണെങ്കിൽ പുള്ളപ്പ്, ഇതൊക്കെ നമ്മൾ എന്തായാലും ചെയ്യണമല്ലോ. അങ്ങനെ പുഷപ്പ് ഒക്കെ എടുത്തിട്ട് കുറേ നാളായതുകൊണ്ട് അതിൽ നല്ല പുരോഗമനം ഉണ്ട്. എപ്പോഴും 10 ചെയ്യുമായിരുന്നു. ഇതിപ്പോൾ 5-6 എണ്ണമാണ് ചെയ്യാൻ പറ്റിയത്. ആദ്യം ചെസ്റ്റ് പ്രസ് ചെയ്ത് തന്നെ തുടങ്ങി. ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി ഒന്നും വന്നില്ല. കാര്യം തുടക്കം ഒടുക്കും ഒരുമിച്ചായിരുന്നു. ആ ഒരു സെറ്റ് ഫ്ലോപ്പ് ആയെങ്കിലും അടുത്ത 2 സെറ്റ് വലിയ തട്ടിലും മുട്ടിലും ഒന്നും ഇല്ലാതെ അങ്ങ് ചെയ്തു. അങ്ങനെ നമ്മുടെ ചെസ്റ്റ് പ്രസ് വിജയകരമായി ഫ്ലോപ്പ് ആയിരിക്കുന്നു. എനിക്ക് 10 kg പോലും മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. വിഷമമൊന്നുമില്ല. ഐ എം നോട്ട് ട്രൈയിങ്, പക്ഷേ കുഴപ്പമില്ല. അപ്പൊ ഇനി നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. അടുത്തത് നാരോ പ്രസ് ആണ്. സോ ലെറ്റ്സ് ഡു ഇറ്റ്. സോ ദ തിങ് ഇസ്, വെയിറ്റ് കൂടിയാലും പ്രശ്നമാണ്, വെയിറ്റ് കുറഞ്ഞാലും പ്രശ്നമാണ്. എനിക്ക് 7.5 എടുത്തു കഴിഞ്ഞാൽ വെയിറ്റ് ഒട്ടും ഉള്ളതായിട്ട് തോന്നില്ല. ആൻഡ് 10 കിലോ ആയി കഴിഞ്ഞാൽ ഭയങ്കര വെയിറ്റ് ആയി പോകും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെ നമുക്ക് വെയിറ്റ് പണിതുണ്ടാക്കാനൊന്നും പറ്റില്ലല്ലോ. സോ 7.5 ആണെങ്കിൽ കുറച്ച് റെപ്സ് ചെയ്യും. 7.5 ആണെങ്കിൽ കുറേ റെപ്സ് ചെയ്യും. 10 ആണെങ്കിൽ കുറച്ച് റെപ്സ് ചെയ്യും. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെയാണ് നമ്മൾ ഈ പരിപാടി ചെയ്ത് പോകുന്നത്. സോ ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെസ്റ്റ്. സോ അങ്ങനെ ചെസ്റ്റ് പറപ്പിക്കലോടുകൂടി ചെസ്റ്റ് വർക്കൗട്ടിന് വിരാമം ഇട്ടുകൊണ്ട് അടുത്ത പരിപാടിയിലേക്ക് കടക്കുകയാണ്. ദാറ്റ് ഇസ് ട്രൈസെപ്സ്. അത്ര നേരം കയ്യിലിട്ട് അമ്മാനം ആടിക്കൊണ്ടിരുന്ന ഈ ഡമ്പലൊക്കെ മാറ്റി പിഞ്ചു കുഞ്ഞുങ്ങളെ എടുക്കേണ്ടി വരും കിക്ക് ബാക്ക് ചെയ്യുമ്പോൾ. അങ്ങനെ ഇന്നത്തെ എൻ്റെ വർക്കൗട്ട് കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഒട്ടും കഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ എൻ്റെ മേക്കപ്പ് ഒന്നും പോയിട്ടില്ല. ബ്ലഷൊക്കെ അവിടെ തന്നെ ഉണ്ട് ഗൈസ്. ഏത് വർക്കൗട്ട് ആയാലും എല്ലാ ദിവസവും ബൈസെപ്സ് ഫ്ലെക്സ് ചെയ്യുന്നത് ഒരു ആചാരമാണ്. അപ്പൊ ഇതൊരു ജിം വ്ലോഗ് ആയതുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.